इस बार 11 तारीख को सारे लोग मिल करके महागठबंधन की सरकार बनाएंगे और बिहार में ऑफिस में ज्यादा लोग हैं बीजेपी ऑफिस में तो ज़्यादा लोग पैसा दे दे करके बुलाते हैं, ऐसा कोई बात नहीं है। कांग्रेस पार्टी का जो है कि यहाँ चुनाव जीत रहे हैं, महागठबंधन की सरकार बन रही है, तेजस्वी को मुख्यमंत्री बना रहे हैं। बिहार का लोग इस बार ठान लिया है, बिल्कुल बदलाव फाइनल है। ഫോർബസ്ഗഞ്ച് നിയോജക മണ്ഡലത്തിലെ ഡോൾബജ്ജ എന്ന ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഗ്രാമം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ് അടുത്ത ഘട്ടത്തിലേക്ക് വോട്ടെടുപ്പിലേക്ക് പോകുന്നത്. ഇതിൽ 20 ജില്ലകളാണ് ഇനി വോട്ടെടുപ്പ് നടക്കാനുള്ളത്, നാളെ നടക്കുന്നത്. ഇതിൽ 122 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിൻ്റെ ഒരു ജനങ്ങളുടെ ഒരു പൾസ് എങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഇപ്പോൾ ഒരു ചായക്കടയിലാണ് എത്തിയിരിക്കുന്നത്. ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ രാവിലെ ആളുകൾ ഇവിടെ ചായ കുടിക്കാനും കേരളത്തിലെ പോലെ തന്നെ രാഷ്ട്രീയം പറയാനും ഇവിടെ എത്തുന്നതാണ്. സാധാരണ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പലയിടത്തും പോയി കഴിയുമ്പോൾ ഈ ചായ കുടിച്ചുകൊണ്ട് രാഷ്ട്രീയം പറയുന്ന ആളുകളുടെ ഒരു എണ്ണം കുറവാണ്. അങ്ങനെ ഒരു സംസ്കാരമില്ല. പക്ഷേ ബീഹാറിലെ ഒരു വടക്കൻ പ്രദേശങ്ങളിലേക്കും ഒക്കെ നമ്മൾ എത്തിക്കഴിയുമ്പോൾ ഒരു സ്വാഭാവികമായും ഇവിടെ കൃത്യമായ രാഷ്ട്രീയം സംസാരിക്കുന്ന ആളുകൾ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് അവരോട് തന്നെ സംസാരിക്കാം. ചുനാവ് കൈസാ ഹൈ? चुनाव इधर कांग्रेस का है, कांग्रेस ही जीतेगा। ओके, हाँ, कैसा है? बराबरी का टक्कर है। जो सही काम करेगा वो जीतेगा। ഓക്കെ, അതായത് ആദ്യത്തെ ആള് കോൺഗ്രസ് വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നു. പക്ഷേ രണ്ടാമത്തെ ആളിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് അത്ര ഒരു ഉറപ്പില്ല. കാരണം ഏറ്റവും കൂടുതൽ ആരാണോ കഷ്ടപ്പെടുന്നത് അവർക്ക് വിജയം എന്ന രീതിയിലാണ് പറയുന്നത്. कैसा है? ये चुनाव कठिनाई है थोड़ा इसमें जीतने में हम लोगों को कांग्रेस को, लेकिन जीत का हम लोगों को इस बार संभावना है कि जीत होगा और काम भी अच्छा करेगा, लक्ष्य भी अच्छा है। ओके, हम इधर ज़्यादा प्लेस में आया, इधर विजिट किया रिपोर्ट करने के लिए. उस देखा बीजेपी का ऑफिस में ज़्यादा लोग हैं, बट कांग्रेस का ऑफिस में कम है. അതായത് നമ്മളിപ്പോൾ പലപ്പോഴായിട്ട് സഞ്ചരിച്ച് കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് BJP ഓഫീസിൽ നമ്മളെപ്പോൾ ചെന്നാലും അവിടെ ഏറ്റവും കുറഞ്ഞൊരു 300 പേരുണ്ടാകും. പക്ഷേ NDAയുടെ ഓഫീസിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ മേഖലയിൽ പലപ്പോഴും ഒരു 30-ൽ താഴെ ആൾക്കാരേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ചോദിച്ചത്. ബോലി. इस बार लहर है, महागठबंधन की सरकार बनेगी बिहार में, बदलाव के लिए जा रही है और इस बार 11 तारीख को सारे लोग मिल करके महागठबंधन की सरकार बनाएंगे और बिहार में ऑफिस में ज़्यादा लोग हैं बीजेपी ऑफिस में तो ज़्यादा लोग पैसा दे दे करके बुलाते हैं, ऐसा कोई बात नहीं है। कांग्रेस पार्टी का जो है कि यहाँ चुनाव जीत रहे हैं, महागठबंधन की सरकार बन रही है, तेजस्वी को मुख्यमंत्री बना रहे हैं। बिहार का लोग इस बार ठान लिया है, बिल्कुल बदलाव फाइनल है। आपका नाम? सैयद नबी हसन, अररिया जिला, घर है, फॉरबिसगंज प्रखंड है, ढोलबज्जा पंचायत में, गांव ढोलबज्जा है, वार्ड नंबर 8। ഓക്കെ, അദ്ദേഹം കൃത്യമായ ഒരു നിലപാട് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള വലിയ ആൾക്കൂട്ടം BJP ഓഫീസിലുണ്ടെങ്കിൽ അതെല്ലാം പൈസ കൊടുത്താണ് അവരെ എത്തിച്ചിരിക്കുന്നത്. ഇതൊന്നും ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുന്നില്ല. ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ട് താഴെത്തട്ടിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് ഒരു ഇലക്ഷൻ വന്നു കഴിയുമ്പോൾ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നും തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകുമെന്നും ഒരു 100% ഉറപ്പോടെ അടിവരയിട്ട് സംസാരിക്കുകയാണ്. അതുൽ ചന്ദ്രനൊപ്പം ബീഹാറിൽ നിന്നും D ധനസുമോദ്, മീഡിയ 1.